ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് ഞാൻ നമ്മുടെ സാധാരണ സിംഗിൾ മെഷീനിൽ, ഇതൊരു സാധാരണ സിംഗിൾ മെഷീനാണ്, ഈ മെഷീൻ്റെ ഫുട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് ഇതാണ് ഫുട്ട്, ഈ ഫുട്ട് എങ്ങനെയാണ് ഊരിയിട്ട് നമ്മൾ വേറൊരു ഫുട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ് ഒന്നാമതായിട്ട് കാണിക്കുന്നത്. നമ്മുടെ നോർമലുള്ള ഫുട്ട് മാറ്റിയിട്ട് ഈ ഫുട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പൈപ്പിംഗ് മാത്രം ചെയ്യുന്ന തരത്തിലുള്ള ഫുട്ടാണ്. അപ്പോൾ ഈ ഫുട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നത്, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സാധാരണ മെഷീനിൽ എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യുന്നത് എന്നും കൂടി ഇന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഫുട്ടിന് 30 രൂപയുള്ളൂ കേട്ടോ. ഇത് തയ്യൽ മെഷീൻ്റെ ആക്സസറീസ് കിട്ടുന്ന, അതുപോലെ സിംഗറിൻ്റെയോ അങ്ങനെ അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള അംഗീകൃത കടകളിലൊക്കെ തന്നെയും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ഫുട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഫുട്ട് ഊരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു സ്ക്രൂ ഡ്രൈവറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് എനിക്ക് മെഷീൻ വാങ്ങിയപ്പോൾ തന്നെ കിട്ടിയതാണ്. എന്നിട്ട് നമുക്ക് ഈ സ്ക്രൂ ഇതാണ് റിലീസ് ചെയ്യേണ്ടത്. കണ്ടോ, ആദ്യം അതിനായിട്ട് ഫുട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുക, ഫുട്ട് പൊക്കി വെക്കുക, അതിനുശേഷം ഈ സ്ക്രൂ അഴിച്ചെടുക്കുക. ഉണ്ടോ, ഇതിങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പം കുറേ നാൾ ഉപയോഗിച്ച് നമ്മളിത് അഴിക്കാതിരിക്കുന്നതൊക്കെ ആണെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടാവും അഴിക്കാൻ. അപ്പം എന്നാലും കുറച്ചൊന്ന് ബലം പിടിച്ചാൽ ഇതിങ്ങ് വരും. ഇനി നമുക്കിത് കൈ കൊണ്ട് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ സ്ക്രൂ ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാതെ തന്നെ ഈ ഫുട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനിത് മുഴുവനായിട്ട് ഊരി തന്നെ കാണിക്കാം. ഈ സ്ക്രൂ ഊരിയെടുത്തു. അപ്പോൾ ഈ ഫുട്ട് ഊരി വന്നു നമ്മുടെ. ഇതുപോലെ നമുക്ക് ഫുട്ട് ഊരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ഫുട്ട് എങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഫുട്ടിൻ്റെ ഈ പോർഷനും ഈ നമ്മൾ ഇടാൻ പോകുന്ന ഈ ഫുട്ടിൻ്റെ ഈ പോർഷനും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിരുന്ന് അതേ സെയിം സ്ലോട്ടിലേക്ക് ഇതങ്ങ് കയറ്റി വെച്ചിട്ട് ഈ സ്ക്രൂ ഇട്ട് ഉറപ്പിച്ചാൽ മതി. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ പൈപ്പിംഗ് ഫുട്ട് 2 എണ്ണം ഉണ്ട് കേട്ടോ, ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടുക, റൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടുക, അങ്ങനെയാണ്, അതിനാണ് 2 എണ്ണം ഉള്ളത്. ഫുട്ട് ഈ സെയിം സ്ലോട്ടിലേക്ക് ഇങ്ങനെ കടത്തി വെക്കുക. ഇതുപോലെ ഈ സ്ക്രൂ ഇതിലേക്ക് കടത്തി വെക്കുക. കണ്ടോ, എന്നിട്ട് നമ്മൾ ഈ കൈ കൊണ്ട്, നമ്മുടെ വലത്ത് കൈ കൊണ്ട് ഈ ഫുട്ടിൻ്റെ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് ചേർത്ത്, അതായത് നമ്മുടെ വലതുഭാഗത്തേക്ക് പിടിക്കുക, വലതുഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുക, ലൂസായി പോകരുത്. എന്നിട്ട് നമുക്ക് ഈ സ്ക്രൂ മെല്ലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റായി എന്നാലും നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്നുകൂടി ടൈറ്റ് ചെയ്യുക. നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ടൈറ്റ്നെസ് വരില്ല. കണ്ടോ, ഇതുപോലെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ സ്ലോട്ട് കണ്ടോ, ഇവിടെയാണ് നമുക്ക് സൂചി ശരിക്കും താഴേക്ക് ഇറങ്ങേണ്ട സ്ഥലം. കണ്ടോ, അപ്പോൾ ആ മെല്ലെ ഈ നമ്മുടെ ഹാൻഡ് വീൽ കൊണ്ട് സൂചി താഴേക്ക് ആക്കി നോക്കുക. കറക്റ്റ് ആ സെയിം സ്പോട്ടിൽ തന്നെയാണോ സൂചി താഴേക്ക് പോകുന്നത് എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇവിടെയോ തട്ടുന്നുണ്ടെങ്കിൽ സൂചി ഒടിയും. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് കറക്റ്റ് അല്ല എന്ന് മനസ്സിലാകും. അപ്പം കറക്റ്റ് ഈ ഭാഗത്തുകൂടി തന്നെ സൂചി താഴേക്ക് പോവുക. അപ്പം ഇങ്ങനെ ഫുഡ് തന്നെയല്ല, ഏത് ഫുഡാണെങ്കിലും ഇതിനിപ്പോൾ നമുക്ക് കുറേയധികം ഫുഡുകൾ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഏത് ഫുഡാണെങ്കിലും ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ നമ്മുടെ സിംഗിൾ മെഷീൻ ഇടുന്നത്. ഇനി നമുക്ക് ഈ ഫുഡ് വെച്ച് എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിത് ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് തയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതുപോലെയുള്ള ഫുട്ടുണ്ടെങ്കിൽ, നമ്മുടെ മറ്റേ ഫുട്ടാണെങ്കിൽ ഈ പൈപ്പിംഗ് ത്രെഡ് കയറി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ചെറിയൊരു കട്ടി തോന്നും. ഇതാകുമ്പോൾ അങ്ങനെയില്ല, ഈ ഫുട്ടിട്ടാൽ അങ്ങനെയില്ല, നമുക്ക് പൈപ്പിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പം മറ്റ് നെക്കിൽ വെക്കുന്ന തുണിയുടെ പൈപ്പിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഫുട്ട് താഴ്ത്തി വെക്കുക. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും. ഈ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കിട്ടും. ഇതേപോലെ തന്നെയാണ് ഈ ഫുട്ടും. ഇപ്പുറത്തെ സൈഡിൽ തയ്ക്കാൻ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇടുന്നതും എല്ലാം സെയിം തന്നെ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ധാരാളം ഫുട്ടുകൾ നമുക്ക് സിംഗിൾ മെഷീനിൽ ഫുട്ട് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഫുട്ടുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള കടകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പൈപ്പിംഗ് ഫുട്ടൊന്ന് വാങ്ങി പൈപ്പിംഗ് ഇനി ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുകൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൈപ്പിംഗ് ചെയ്യാൻ പറ്റും സാധാരണ ഫുട്ടിനേക്കാളിലും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.